ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ച ആഭ്യന്തര ഉള്ളതിനെ നിയന്ത്രിക്കാൻ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ മഴ വർദ്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലീനിങ്ങും കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നും അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പെർട്ട് കമ്മിറ്റി പ്രാദേശികമായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉൾപ്പെടെയുള്ളത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് അവർ നൽകാറുണ്ട്. ആയുഷിന്റെ ചികിത്സ വരുന്നവർ പകർച്ചവ്യാധി ലക്ഷണമുണ്ടെങ്കിൽ അലോപ്പതിയിലേക്ക് മാറ്റി അങ്ങനത്തെ വാർത്തകളൊന്നുമില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് അങ്ങനെ അതിങ്ങനെ പല വാർത്തകളും പല രീതിയിൽ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാക്കുന്നത്. 2500 കോടിയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത്. 2500 കോടി കടമുണ്ട് മരുന്ന് കമ്പനിക്ക് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്ന അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞ വർഷത്തിനേക്കാൾ അത്ര കാര്യമായിട്ട് വർധനവുണ്ടായിട്ടില്ല. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി വരെ നടത്തേണ്ട പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അതൊരു പക്ഷേ ഇലക്ഷൻ ഫീൽഡിലായിരിക്കും, അതായിരിക്കാം ചിലപ്പോൾ. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുമ്പോഴേക്കും പകർച്ചവ്യാധികൾ കുറേയൊക്കെ പറഞ്ഞു. പക്ഷെ അത് എല്ലാവരുടെ സഹകരണത്തോടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഷിഗല്ല മരണങ്ങൾ ഇപ്പോ ഒരു 5 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമരം കാരണം മാലിന്യ നീക്കമാണ് ഫലപ്രദമായി നടക്കുന്നില്ല. ഞാൻ നേരെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഭരണസമരത്തിന്റെ പേരിൽ ജനങ്ങൾ ഉപദ്രവിക്കുന്നത് കാരണം കൊതുകളുടെ എണ്ണം വരികയാണ്. ഡെങ്കി ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് മഴക്കാലത്ത് ഡെങ്കി വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വ്യക്തമായിട്ടുള്ള സൂചന എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പൊ തദ്ദേശ വിഭവമുണ്ട്. അതുപോലെ വിദ്യാലയങ്ങളുടെ കിണറുകൾ ശുചീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കും. ഇപ്പോഴതില്ലല്ലോ. അത് എങ്ങനെയാണ് ഏകോപനം പറഞ്ഞാൽ KPC പ്രസിഡന്റ് കരഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് വന്നിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഏകോപനത്തിന് കുറവുണ്ടാവുന്നത്? KPC പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, 2 വർക്കിംഗ് പ്രസിഡന്റുമാര് ക്യാബിനറ്റിലുണ്ട്, 2 മുൻ KPC പ്രസിഡന്റുമാര് ക്യാബിനറ്റിലുണ്ട്. ഇതിനെങ്ങനെയാണ് കോർഡിനേഷൻ അത് ഞങ്ങളുടെ അല്ല, അത് ഹൈക്കമാൻഡാണ് അക്കാര്യം തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡിനോട് ചാർജ് എടുത്താന്ന് തന്നെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിയാൻ തയ്യാറാണ്. അതൊക്കെ ഫ്ലക്സ് ഇരിക്കുന്നതിന് ആർക്ക് എന്ത് നിയന്ത്രിക്കാൻ കഴിയും? അത് പകലല്ലല്ലോ ഫ്ലക്സ് ഇരിക്കുന്നത്, രാത്രിയല്ല. ആർക്ക് ചെയ്യാൻ പറ്റും? ഏത് സമയത്ത് വെച്ചാലും ഫ്ലക്സ് നോക്കിയിട്ടല്ല ഭാരവാഹികളെ, അത് ഹൈക്കമാൻഡാണ്.